പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗൈസ് നമ്മുടെ എല്ലാ ഇയറിലും ഉണ്ടാകുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ സഹോദയ വ്ളോഗ് പറഞ്ഞ. അങ്ങനെ ഇപ്രാവശ്യവും നമ്മുടെ സഹോദയ വ്ളോഗ് വന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സഹോദയ സാധാരണ ഒക്ടോബറിലാണ് ഉണ്ടാകുന്നത്. ഒക്ടോബർ ലാസ്റ്റ് 21, 22, 23 എൻ്റെ ബർത്ത്ഡേന്റെ സമയമാണ് സാധാരണ സഹോദയ ഉണ്ടായാല്. പക്ഷെ ഇപ്രാവശ്യം ഒരു മാസം മുന്നത്തേക്കാണ്. എന്ന് വെച്ചാൽ സെപ്റ്റംബർ ലാസ്റ്റ്. ഇന്ന് പറയുന്നത് സെപ്റ്റംബർ 27 ആണ് ഗൈസ്. ഇപ്പൊ 4:45 സമയം. നമ്മൾ രാവിലെ തന്നെ എണീച്ചാണ്ട് ഒരു 4:45 അവിടെ എത്തണം പറഞ്ഞു. നമ്മൾ ലേറ്റ് ആയി ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, 8:00 റിപ്പോർട്ടിംഗ് ടൈമാണ്. അപ്പോൾ ഒപ്പനയാണ് ഗൈസ്, ഞാൻ മറന്നുപോയി പറയാൻ. ഒപ്പനയാണ്. നമ്മൾ കൈയൊക്കെ ഇട്ടിട്ടുണ്ട്, സെറ്റാണ് ഗൈസ്. കാലുമലൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് പോകണം, കാരണം ലേറ്റ് ആയാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പ്രശ്നമാണ്. റിപ്പോർട്ടിംഗ് ടൈമൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ആരൊക്കെ ഉള്ള പറഞ്ഞാൽ ഞാനുണ്ട്, ഉമ്മച്ചിണ്ട്. അപ്പം ബൈ ചാച്ചാ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എൻ്റെ ബാഗൊക്കെ സെറ്റാണ് ഗൈസ്. ഇതിൽ ഒപ്പന എസെൻഷ്യൽ സാധനങ്ങളാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പെരിന്തൽമണ്ണയിലാണ് ഗൈസ്, ബൈ ദ വേ സ്കൂൾ. അപ്പോൾ ഇനി നമ്മൾ പോവാണ്, നമുക്ക് പെട്ടെന്ന് പോകണം. മമ്മി പറയും. മമ്മി ഒരു പാറില്ലല്ലോ. പിന്നെ ഗൈസ് ഫാദർ ഉണ്ട്. ഫാദർ യെസ് ഗൈസ്. അപ്പോൾ ഞാനും ഫാദറും മമ്മിയും ആണ് ഉള്ളത്. അപ്പോൾ ലെറ്റ്സ് ഗോ. കണ്ട ഗൈസ്, ഇതെന്നെ മെഹന്തി. ഇതത്ര ചോദിച്ചിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. സ്ഥിരം പ്രേക്ഷകർ തന്നെയാണ്. ഒരു മെഹറിനുണ്ട്, ഒരു നിന്നുണ്ട്, ദിനായാണ് ഗൈസ്. മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ വൈകിക്കണം ഗൈസ്. പിന്നെ നീനുണ്ട്. യെസ് ഗൈസ്, പ്രത്യേകിച്ച് ആൾക്കാർ, എല്ലാ കൊല്ലത്തെ ആൾക്കാരാണ്. പിന്നെ ഇഷ, ഫാത്തിമ ഉണ്ട് ഗൈസ്. എല്ലാ കൊല്ലത്തെ ആൾക്കാർ തന്നെയാണ്, നിങ്ങൾക്ക് അറിയുണ്ടാവും. പിന്നെ വൈകുണ്ട്. ഒരു പുതുവാരി കാണിച്ചില്ല. ഹേ കം ഹിയർ. ഇതാണ് ഗൈസ്, നമ്മൾ പുതുവാരി ഗൈസ് നാണക്കാരിയാണ്. പിന്നെ നമ്മുടെ യൂട്യൂബിലെ കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒക്കെ ബൈ ഗൈസ്. അങ്ങനെ ഇനി നമ്മൾ വെയിറ്റ് ആക്കാണ്. പാട്ടുകാർക്ക് ലാസ്റ്റ് മേക്കപ്പ് ഇടുള്ളൂ. യെസ് ഗൈസ്. അങ്ങനെ നമ്മൾ മുടിയൊക്കെ കെട്ടി, ഡ്രസ്സൊക്കെ ജസ്റ്റ് മാറി ഗൈസ്, കാരണം മേക്കപ്പ് ഇടാണ്ട് അത്ര സൗണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ കണ്ണുമത്തൊക്കെ കളയണം എനിക്ക്, എന്നിട്ട് നമുക്ക് കാണാം. അതിന് നമുക്ക് മേക്കപ്പ് ചെയ്യണം ഗൈസ്. ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് മാറ്റണം. ഏകദേശം എല്ലാവരും ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാണ് ഗൈസ്. കുറേ ആൾക്ക് ഡ്രസ്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ബൈ. എല്ലാവരും ഉണ്ടെന്ന് ആരൊക്കെ കാണാം. സാധിച്ചിട്ടാണ് ഗൈസ്. ഗൈസ് നമ്മുടെ വൈകി അവിടെ ഉണ്ട്, നമ്മുടെ ഈശ അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ പേര് പറഞ്ഞു, പ്രവീൺ മാഷാണ് ഗൈസ്. നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ സെറ്റാക്കി തരുന്നത്. നമ്മൾ മാലക്കെട്ട് സെറ്റാണ് ഗൈസ്. മമ്മിയുണ്ട്. ഇതാണ് നമ്മുടെ ഭക്ഷണം. നമ്മുടെ എമ്മിക്കുട്ടി എടുക്കുന്നത്. എമ്മിക്കുട്ടിയെ ഗൈസ്. വ്ളോഗർ മീറ്റ്സ് വ്ളോഗേഴ്സ്. ഞാനാണ് കൂടുതൽ ഫേമസ്. അല്ലല്ലോ, 5 മിനിറ്റ് സബ്സ്ക്രൈബ്. ഞാനാ ഫേമസ്. ചാനൽ പോലും എനിക്ക് ചാനലുണ്ടോ? ഇഷക്ക് ചാനലുണ്ട്. സബ്സ്ക്രൈബ് സെഹർ ബൈ ഹൻ ഗൈസ്. അതിലെങ്ങനെ എന്ത് സെഹർ ഹന്ന. എല്ലാരും ഇൻസ്റ്റ ഗൈസ് ഫോളോ ആക്കുക. ഇഷന്റെ ഹെന്ന പേജാണ്. പ്രൊമോഷൻ ഗൈസ്, പ്രൊമോഷൻ. എന്ത് പെയ്ഡ് ഉണ്ടോ അവിടെ? പൈസ കായ തരാൻ പറഞ്ഞു. വെറും 10,000 rupees ആണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ വ്യൂ പറഞ്ഞത്. വ്യൂ. പിന്നെ ഇതാണ് നമ്മുടെ വ്യൂ. നമ്മുടെ വ്യൂ കാണിച്ചിട്ട്
ആ ഇതാണ് നമ്മുടെ വ്യൂ. വ്യൂ പക്ഷെ ഇതാണ് അവിടെ മെയിൻ വ്യൂ. നമ്മുടെ കണ്ണൊക്കെ ദോസ് ഓഷ്യനൈസ് അല്ല പിന്നെ കഴിഞ്ഞ ഇട്ടിക്കണേ നീ ഇട്ടിക്കണേ ഏകദേശം എല്ലാരും ഇട്ടിക്കണേ. പക്ഷേ എന്താ പറയണ പേടിണ്ടോ? പേടില്ല. എല്ലാ കൊല്ലം എത്ര കൊല്ലായി പറഞ്ഞു 1ാം ക്ലാസ് മുതൽ മിനിഷിന്റെ പേടിയൊന്നും മാറിയിട്ടില്ല. ഇതാരാ അറിയോ ഗൈസ്? എന്തിനാന്നുള്ളത് പറഞ്ഞു കൊടുക്കൂ. വെസ്റ്റേൺ മീൻസ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ചെറുതായിട്ട് പൊട്ടി. പക്ഷെ ഇക്കൊല്ലം ഒരു ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം ഞാൻ അതാണ് അവന്തിക്ക് ഉള്ളതുകൊണ്ട് പ്രാവശ്യം എന്തായാലും പ്രൈസ് ഉണ്ടാവും. ഇതന്നെ ഗൈസ് ഔട്ട്ഫിറ്റ്. ഇത് തന്നെയാണ് ഔട്ട്ഫിറ്റ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് അല്ല ഒരു വൈറ്റ് കുട്ടി എമ്മിക്കുട്ടി. ഓ വയറിപ്പം നിറയും ഗൈസ്. ഇപ്പം നിറയും എമ്മിക്കുട്ടീൻ്റെ വയറ്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഗൈസ്. ഓ അവിടെ പയൊക്കെ തിന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പയന്തിച്ചക്കാർ ഗൈസ്. ഇതാണ് നമ്മുടെ അവന്തിക. ഇതാണ് നമ്മുടെ സിത്താര. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ എമ്മി. ഇതാണ് നമ്മുടെ വൈക. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഗൈസ്. ഇത് കുട്ടി എൽപ്പിത്തെ ഒപ്പന കളിക്കാനുള്ള കുട്ടികളാണ്. നമ്മൾ ഷാൾഡാൻ പോണി. ഞങ്ങൾ രണ്ടും മാത്രമേ ഷാൾഡാത്തുള്ളൂ. യെസ് ഗൈസ്. അപ്പോൾ നമുക്ക് ഷാൾഡാണം. ഗൈസ് നമ്മൾ പോവാണ്. സമയമായി. നമുക്ക് ബൈ. പേര് പറയൂ. ഗൈസ് മോഗിങ് ഫ്രീയാണ്. ഗൈസ് ഇതാണ് ഞങ്ങൾ പുതുമാരി കണ്ട കെട്ടിച്ചൂടാണ്. ഇനി നമ്മൾ കമ്മൽ കുത്തുകയാണ്. നമ്മുടെ ഏട്ടനുണ്ട്. അപ്പോൾ കഴിഞ്ഞില്ലേ? ഇതന്നെ ഉള്ളൂ. മറ്റേ കമ്മൽ ഇട്ട് കഴിഞ്ഞു. ശരിയാണ് മറന്നുപോയി. ഗൈസ് ഇവിടെ എല്ലാവരും വൈപ്പാണ്. ഗൈസ് ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു. ഒരു എന്റെ കുട്ടിക്ക് എല്ലാം ഉണ്ട്. ലോട്ട് നമ്പർ വന്ന എത്രാമത്താണ്? എന്നുവെച്ചാൽ പ്രൈസ് അല്ല കേട്ടോ. ഞങ്ങൾ രണ്ടാമതാണ് കളിക്കാൻ പോണത്. ാണല്ലോ ബാക്കിലൊക്കെ സെറ്റാണ്. ഇനി ലോട്ട് നമ്പർ 1. അതെ ഗൈസ് ഞങ്ങൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് സാധാരണ നമ്മുടെ സഹോദരിക്ക് ഒരു വട്ടങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇനി അത് സംഭവിക്കാറില്ല. ബട്ട് നമ്മൾ എന്തെങ്കിലും പ്രൈസ് വാങ്ങൂലേ? വാങ്ങണം. യെസ് ഗൈസ്. നമ്മുടെ കമ്മൽ പോകുന്ന മമ്മി റെഡിയാക്കി തരികയാണ്. ഞാൻ വേർക്കുണ്ട് ഗൈസ്. നമ്മുടെ മുന്നിൽ കാണാൻ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ പോവാണ്. സന്തോഷം കണ്ടാൽ ഒന്ന് ഫസ്റ്റ് കിട്ടിയത്. അല്ല ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ആണ് ടോക്കൺ നമ്പർ. കണ്ട ഗൈസ് അതാണ് സ്റ്റേജ് പറയണത്. കുഴപ്പമില്ലല്ലേ? അവിടെ വെസ്റ്റേൺ മ്യൂസിക് നടക്കുന്നുണ്ട്. ബൈതവേ വെസ്റ്റേൺ മ്യൂസിക് നമ്മൾ നിർത്തി. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവർക്ക് ക്യാഷിന് എല്ലാവരും ഉണ്ട്. മിഷനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സെക്കൻഡ് ഹാഫ്റ്റാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ആയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ആണ്. ഏറ്റവും ഫസ്റ്റ് ഒപ്പനക്ക് ആരാ ഇറങ്ങണത്? ഞങ്ങളാണ് ഇറങ്ങണത്. നല്ല പേടിയുണ്ട്. ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിൽക്കാറ് പക്ഷെ നല്ല പേടിയുണ്ട്. നല്ല പേടിയില്ല നമുക്ക്. നമുക്ക് പേടിയല്ല. ബാക്കപ്പൊക്കെ ബൈ. നമ്മൾ ഇന്ന് മിക്കവാറും ഒപ്പനയാണ് കാണിക്കുക. അപ്പൊ ഇനി ബൈ. ശരിക്കും ബൈ. ചാച്ചാ മട്ടമിൽ പൊരുൾ വിളങ്ങ മധുകടത്തിൽ ശീല നല്ല മഹിമമുട്ടിത് സുഹൃതമുള്ള മുല്ലയിലൊത്തൊരു മംഗളനാള് ദിശമ്പ മന്ദിര തൊട്ടുകളിട്ടുമേ മട്ടമിൽ പൊരുൾ വിളങ്ങ
കഴിഞ്ഞു. എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യത്തിന് കഴിച്ചു തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ഇനി എന്താ നമുക്ക് റിസൾട്ട് കാണാം ഗൈസ്, അത്രേ ഉള്ളൂ. എല്ലാവർക്കും പേടിയായി ഗൈസ്. ഇനി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മൾ റിസൾട്ട് നോക്കും, ഉള്ള വെച്ച് നമ്മൾ സന്തോഷിക്കും. അപ്പൊ ബൈ. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ സ്കൂളിൽ വെസ്റ്റേൺ മ്യൂസിക് ആണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ കുറേയൊക്കെ മാറ്റി നമുക്ക് മേക്കപ്പ് നോക്കണം. പിന്നെ നമുക്ക് മേക്കപ്പ് പോയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ മുഖത്ത് കഴുകി നമ്മൾ ടച്ചപ്പ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ പോവുകയാണ്. നമ്മുടെ ഒപ്പൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. വെർ വെയിറ്റിംഗ് ഫോർ ഒപ്പനാസ് റിസൾട്ട്. നമ്മുടെ പുതുമാരുടെ ശരിക്കും നിങ്ങൾക്ക് കണ്ടേ. ദിസ് ഇസ് അവർ ബ്യൂട്ടിഫുൾ പുതുമാരി. അതെ ഗൈസ്, ഇനി നമ്മുടെ റിസൾട്ട് വന്നിട്ട് കാണാം. മിക്കവാറും മൂഞ്ചും, ബട്ട് നാലും കിട്ടും ഞാൻ വിചാരിക്കുന്നു. യെസ് ഗൈസ്, ഇപ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ റിസൾട്ട് വരാൻ പോവാണ്. നമുക്ക് നോക്കാം. റിസൾട്ട്സ് പറയുകയാണെങ്കിൽ ചെസ് നമ്പർ 105 ഫസ്റ്റ് പ്രൈസ്, ചെസ് നമ്പർ 104 സെക്കൻഡ്. ജൂനി ഗൈസ്, നമ്മളിപ്പോൾ ഒപ്പന കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഞങ്ങൾ വെയിറ്റിംഗ് ഫോർ റിസൾട്ട്. യെസ് ഗൈസ്, ഞങ്ങൾക്ക് ഒത്തിരി കാര്യം പറയുള്ളൂ. കിട്ടൂല, മൂഞ്ചിയില്ല കേട്ടോ ഗൈസ്. റിസൾട്ട് വന്നില്ല, പക്ഷെ ഏകദേശം എല്ലാം വെച്ച് നോക്കും. നല്ല ഗൈസ്, എന്തൊരു നന്നായിട്ടാണ് എല്ലാവരും കളിക്കുന്നത്. ഇതൊന്നും പറയാനില്ല. ഞാൻ കരയാൻ പോണു. ആയിട്ടില്ല ഗൈസ്. എന്തായാലും റിസൾട്ട് വന്നിട്ട് കരയാ. കണ്ണീരിപ്പോ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ, എപ്പോഴും പറയണില്ല ഗൈസ്. വേഗം പറയാൻ പറയും. മൈക്കിൽ നിൽക്കണക്ക് പറ്റൂല, അറിയില്ല. ഓക്കെ ബിഗ് ബോസ്. തുടങ്ങി. മൈക്ക് എടുത്തോ ഇല്ല. The respected judge is going to announce the result of the Opana in common category. അല്ലാ റബ്ബേ, ഇംഗ്ലീഷ് ആണ്. And third prize shared by code letter E and F. മൂന്നാം സ്ഥാനം code letter E and F. രണ്ടാം സ്ഥാനം second prize goes to code letter M. And first place goes to code letter G. Congratulations to the winners and participants. അവിടെ ശരിക്കുള്ളൊരു പ്രൈസ് കിട്ടിയൊരു പറഞ്ഞിട്ട് ഞങ്ങൾ തോറ്റാനാണ് പറഞ്ഞത്. ആണ് ഞങ്ങളുടെ പവറ്. എന്താ ചെയ്യാ, ഞങ്ങൾ കഴിച്ചൊക്കെ ചെയ്ത് സത്യം ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ ഹാഫ് ഇയറിലേക്ക് കയറാൻ പോണ കുട്ടികളാണ്. അത് ഹാഫ് ഇയറിൽ മിക്കവാറും തളർത്താൻ കഴിയും. ഞങ്ങൾക്ക് നല്ല മനസ്സാണ്, അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒപ്പന തോൽക്കൽ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കൊല്ലം സഹോദരിക്ക് ഞങ്ങൾ ഉണ്ടാവില്ല, കാരണം ഞങ്ങൾ 10ാം ക്ലാസ് ആണ്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റത്തെ സഹോദയ. എല്ലാവരുടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും പോകും. സോ ലാസ്റ്റത്തെ സഹോദയ മൂഞ്ചി പോയി. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ബൈ.